ഇടുക്കി ഇരട്ടയാറ്റിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആത്മഹത്യയും കൊലപാതക സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പോലീസ് നിഗമനം. ഇന്നലെ രാവിലെ 10:30 യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 10:30 അമ്മ വിളിച്ചുണർത്താൻ ചെന്നപ്പോഴാണ് മരണവിവരം അറിയുന്നത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതാണ് കൊലപാതകമെന്ന് സംശയിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു 10:30 ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പനും അമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാണ് ഈ വീട്ടിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നാണ് അന്ന് ആ വിദ്യാർത്ഥി പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഈ പ്രദേശവാസികൾക്കെല്ലാം വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഈ കുട്ടി തന്നെ ഉള്ള സമയത്ത് പല ആൾക്കാരും ഇവിടെ എത്തുന്നത്. യുവതിയെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരനുമാണ് വീട്ടിലുണ്ടായിരുന്നെങ്കിലും രാവിലെയാണ് ഇവർ യുവതി മരിച്ച വിവരം അറിയുന്നത്. കട്ടപ്പന പോലീസ് രാവിലെ മുതൽ അന്വേഷണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. പ്രതികൂല കാലാവസ്ഥ പരിശോധനയ്ക്ക് തിരിച്ചടിയായി. ഇടുക്കി SP വിഷ്ണു പ്രദീപ് TK സ്ഥലത്തെത്തി അന്വേഷണം വിലയിരുത്തി. കട്ടപ്പന ഇടുക്കി DSPമാരായ PV ബേബി, KR ബിജു, കട്ടപ്പന CI സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇന്ന് രാവിലെ ഏകദേശം 11:00 കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്. അമ്മയാണ് കാണുന്നത്. അതിനുശേഷം ഉടനെ പോലീസ് ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ്. ഇടുക്കിയിൽ നിന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. സമീപത്തെ CCTV പരിശോധിക്കുകയും സംശയമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.